നമസ്കാരം. ഓൺ 40 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിജയരാഘവനെതിരെ കടുത്ത വിമർശനം. ജെൻഡർ ടിക്കറ്റിംഗ് തുടങ്ങി KSRTC. സതീശന്റെ പുസ്തകം പുറത്തിറക്കി. മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്കി. സംസ്ഥാനത്ത് മഴ തുടരും. 9 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട്. താനൂരിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെതിരെ കടുത്ത വിമർശനം. പണാധിപത്യമാണ് പരാജയത്തിന് കാരണമെന്ന് വിമർശനമുയർന്നു. ഇനിയും പാർട്ടിയെ ഇല്ലാതാക്കരുത്. രാവും പകലും പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും ജയ് വിളിച്ചും നടക്കുന്ന സഹാക്കളുടെ നിലവാരമെങ്കിലും കാണിക്കണമെന്നും വിമർശനമുയർന്നു. യുവതാര താനാളൂർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ജെൻഡർ ടിക്കറ്റിംഗ് തുടങ്ങി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പഠനം ആരംഭിച്ചു. ടിക്കറ്റിൽ യാത്രക്കാരുടെ ജെൻഡർ രേഖപ്പെടുത്തി തുടങ്ങി. ഇതിനായി ടിക്കറ്റ് മെഷീനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. ടിക്കറ്റ് അടിക്കുന്ന ഇലക്ട്രോണിക് മെഷീനിൽ യാത്രക്കാർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടക്ടർമാർ പ്രത്യേകം രേഖപ്പെടുത്തണം. എത്ര സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുവെന്ന് അറിയാനാണിത്. സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ ശരാശരി എത്ര സ്ത്രീകൾ KSRTCയിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നുണ്ടെന്ന കണക്ക് വേണം. ഇതിനായിട്ടാണ് പുതിയ മാറ്റമെന്നാണ് വിശദീകരണം. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സൗജന്യ യാത്രാ പ്രഖ്യാപനം ഉണ്ടായേക്കാം. സതീശന്റെ പുസ്തകം പുറത്തിറക്കി. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ ബൈബിൾ പ്രഭാഷണ പുസ്തകവുമായി സതീശൻ. ആദം നീ എവിടെ പോകുന്നു എന്ന പുസ്തകം DC ബുക്സ് പുറത്തിറക്കി. ഔദ്യോഗിക പ്രകാശനം പിന്നീട് നടക്കും. ബൈബിൾ സുവിശേഷ പ്രഭാഷണങ്ങളുടെ സമാഹാരം എന്നാണ് കവർ പേജിൽ എഴുതിയിട്ടുള്ളത്. ദൈവത്തെ അന്വേഷിക്കുന്ന പുസ്തകമാണിതെന്ന് അവതാരികയിൽ ഡോക്ടർ സിറിയക് തോമസ് കുറിച്ചിരിക്കുന്നു. അതേസമയം സതീശനെ അനുകൂലിച്ച ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. യൂത്ത് കോൺഗ്രസ് ആലുവ മണ്ഡല വൈസ് പ്രസിഡന്റ് തരുൺ ജെറോമിന്റെ നേതൃത്വത്തിലായിരുന്നു വഴിപാടുകൾ നടത്തിയത്. ഗണപതി ഹോമം, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, കടും പായസം, ജലധാര, കരിക്കഭിഷേകം എന്നിവ ഉൾപ്പെടെയുള്ള പൂജകൾക്കായി 955 രൂപ അടച്ച് ബുക്കിംഗ് നടത്തിയതായിട്ടാണ് വിവരം. മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്കി. വിനോദയാത്രയ്ക്കായി ഊട്ടിയിൽ പോയ കുടുംബമാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 6:45 സംഭവം. അന്തർ സംസ്ഥാന പാതയായ റോഡിൽ നിലമ്പൂർ ചുങ്കത്തറ മുട്ടിക്കാവ് പമ്പിന് സമീപം കുടുംബം എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി അവർ സഞ്ചരിച്ച കാറ് ആനയെ ഇടിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടകുന്ന് സ്വദേശി എമിൽ ജോയിയും കുടുംബവും സഞ്ചരിച്ച കാറാണ് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാട്ടുകൊമ്പനെ ഇടിച്ചത്. മുട്ടിക്കടവ് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ആന റോഡിന് കുറുകെ വരികയായിരുന്നു. സംസ്ഥാനത്ത് മഴ തുടരും. 9 ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ ജില്ലകളിലും കോഴിക്കോടുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഞായറാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്.